നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. ജേക്കബ് തോമസിന് IMG. അവധി കഴിഞ്ഞെത്തിയ ജേക്കബ് തോമസിനെ വിജിലൻസിലേക്ക് അടുപ്പിക്കാതെ IMG ഡയറക്ടർ സ്ഥാനം നൽകി സർക്കാർ. വിജിലൻസ് ഡയറക്ടറായിരിക്കെ 2.5 മാസത്തെ നിർബന്ധിത വനവാസം വിധിക്കപ്പെട്ട ജേക്കബ് തോമസിന്റെ അവധി അവസാനിച്ചത് ഇന്നലെ. നിയമന ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. അതേസമയം ജേക്കബ് തോമസ് പോലീസ് മേധാവി സ്ഥാനത്തെത്തുന്നതിന് തടയിടാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമെന്ന് റിപ്പോർട്ട്. ജേക്കബ് തോമസിനെതിരായ വിജിലൻസ് അന്വേഷണവും കാരണം കാണിക്കൽ നോട്ടീസും ആയുധമാക്കാൻ നീക്കം. നിലവിലെ പോലീസ് മേധാവി TP സെൻകുമാറിന്റെ കാലാവധി ഈ 30 വരെ. സെൻകുമാർ വിരമിച്ചാൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പ്രകാരം പരിഗണിക്കപ്പെടേണ്ടത് ജേക്കബ് തോമസ്. പദവി നിഷേധിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹം കോടതിയെ സമീപിച്ചേക്കാവുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട് സർക്കാർ. വിവാദത്തിലായ ആത്മകഥയും ജേക്കബ് തോമസിനെതിരെ സർക്കാർ കരുവാക്കുമെന്ന് സൂചന. മെട്രോയിലേക്ക് മിഴി തുറന്ന് പുത്തൻ അനുഭവമായി മെട്രോ യാത്രയുടെ ഉത്സവത്തിൽ കേരളം. രാവിലെ തുടങ്ങിയ മെട്രോ സർവീസുകളിൽ വൻ ജനപങ്കാളിത്തം. ഉയരത്തിലെ നഗരക്കാഴ്ചകൾ കാണാൻ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നീണ്ട നിര. ആലുവയിൽ നിന്ന് പാലാരിവട്ടത്തേക്കും തിരിച്ചും ഒരേ സമയം സർവീസ്. മെട്രോയിലേത് മികച്ച യാത്രാനുഭവമെന്ന യാത്രക്കാർ. ആദ്യ ദിവസങ്ങളിൽ ട്രെയിനുകൾ ഉണ്ടാവുക 9 മിനിറ്റിന്റെ ഇടവേളകളിൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 9 മണി വരെ സർവീസ്. ആലുവ മുതൽ പാലാരിവട്ടം വരെ നഗരക്കാഴ്ചകൾ നുകർന്നുള്ള ആകാശയാത്ര നീളുന്നത് 13 കിലോമീറ്റർ. പനിയിൽ വിറച്ച് കേരളം. സംസ്ഥാനത്ത് പനിമരണങ്ങൾ സർവകാല റെക്കോർഡിലേക്ക്. ഈ വർഷം ഇതുവരെ മരണത്തിന് കീഴടങ്ങിയത് 166 പേർ. സംസ്ഥാനത്ത് ഇന്നലെ 8010 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയപ്പോൾ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 36 പേർക്ക്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പനിമരണങ്ങൾ ഉണ്ടായത് ഇക്കൊല്ലമെന്നും റിപ്പോർട്ട്. കേരളത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി KK ശൈലജ. വിഷയം പ്രത്യേക മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യേണ്ടതില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടതുണ്ട്. കൂട്ടമരണം ഒഴിവായത് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ കൊണ്ടെന്നും KK ശൈലജ. പകർച്ചപ്പനി വ്യാപകമായ സാഹചര്യത്തിൽ സമഗ്ര ശുചീകരണത്തിനൊരുങ്ങി UDF. മണ്ഡലം കേന്ദ്രീകരിച്ച് MLA-മാർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. UDF അധികാരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല. തട്ടിപ്പുകാർക്ക് മൂക്കുകയർ. അന്യസംസ്ഥാന ലോട്ടറിക്ക് GST-യിലൂടെ മൂക്കുകയറിടാനുള്ള കരുനീക്കത്തിൽ ജയം നേടി കേരളം. ഡൽഹിയിൽ ഇന്നലെ നടന്ന നിർണായക GST യോഗത്തിൽ അന്യസംസ്ഥാന ലോട്ടറികൾക്ക് 28% നികുതി ചുമത്താൻ തീരുമാനം. അതേസമയം സർക്കാർ ലോട്ടറിക്ക് നികുതി നിരക്ക് 12% മാത്രം. GST നിലവിൽ വരുന്നതോടെ സ്വകാര്യ ലോട്ടറികൾക്കുമേൽ വരുന്നത് കുതിരപ്പന്തയത്തിനും ചൂതാട്ടത്തിനുമുള്ള പരമാവധി നികുതി. നിലവിൽ കേരളം അന്യസംസ്ഥാന ലോട്ടറി നിരോധിച്ചിരിക്കുന്നത് ചൂതാട്ടം നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നിയമമനുസരിച്ച്. GST നിലവിൽ വരുന്നതോടെ ഈ നിരോധനം അസാധുവാകുമെന്ന് മന്ത്രി തോമസ് ഐസക്. ദുർവിധി മാറാതെ ലണ്ടൻ. ഗ്രെൻഫെൽ ടവർ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ ലണ്ടനിൽ ഭീകരാക്രമണം. വടക്കൻ ലണ്ടനിലെ ഫിനിസ്ബറി പാർക്കിന് സമീപമുണ്ടായ ആക്രമണം കാൽനട യാത്രക്കാർക്ക് നേരെ വാൻ ഓടിച്ചു കയറ്റി. സംഭവത്തിൽ 1 മരണം, 8 പേർക്ക് പരിക്ക്. നടന്നത് ഭീകരാക്രമണം തന്നെയെന്ന് സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി തെരേസ മേ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.